Well, looking beautiful is very important. അതുപോലെ തന്നെ equally important ആണ് trying to look beautiful depending upon the occasion. So ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് സെഗ്മെന്റിൽ we have with us the professional makeup artist Lakshmi Menon. She's going to explain to us how to do a very traditional and ethnic makeup. So let us have a look at it. Hello everyone, welcome back. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ആൻഡ് എത്നിക് മേക്കപ്പ് ലുക്കാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും സാരികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ, കല്യാണം, റിസപ്ഷൻസ്, പാർട്ടീസ്, ഒരുപാട് ലേഡീസ് ഗ്യാതറിങ്സ് ഉണ്ട്. ഒരുപാട് പേർക്ക് ട്രഡീഷണലായ കാഞ്ചീപുരം സാരികളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കാഞ്ചീപുരം സാരി ഇടുമ്പോൾ അതിനകത്ത് ഒരുപാട് ഈ ഗോൾഡ് എലമെൻറ്റ്സ് ഉള്ളതാണ്. നമ്മൾ കുറച്ചും കൂടി ട്രഡീഷണൽ ജ്വല്ലറി ഇടും. ചിലർക്ക് ടെമ്പിൾ ജ്വല്ലറിയാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ചും കൂടെ ഗോൾഡ് ജ്വല്ലറിയാണ് ഇഷ്ടം, യെല്ലോ ഗോൾഡാണ് ഇഷ്ടം. പക്ഷേ ജനറലി ഒരു ഗോൾഡ് എലമെൻ്റ് ഉണ്ട് നമ്മുടെ സാരിയിലും നമ്മുടെ ജ്വല്ലറിയിലും. അപ്പോൾ നമ്മൾ ജ്വല്ലറിയും സാരിയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നമ്മുടെ മേക്കപ്പ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ലുക്കാണ്, ഒരുപാട് ഒന്നും എലിമെൻറ്റ്സ് ഇല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അത് എഴുതിയെടുക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ നമുക്കത് ബിഗിൻ ചെയ്യാം. ഫസ്റ്റ് ആസ് യൂഷ്വൽ മുഖം ക്ലെൻസ് ചെയ്യുക. നമ്മുടെ മുഖം നന്നായിട്ട് ഫേസ് വാഷ് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക. ആൻഡ് ആസ് യൂഷ്വൽ പാറ്റ് യുവർ സ്കിൻ ഡ്രൈ. ടവൽ അല്ലെങ്കിൽ ടിഷ്യൂസ് വെച്ചിട്ട് മുഖം നല്ലതായിട്ട് പാറ്റ് യുവർ സ്കിൻ വെരി ഡ്രൈ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓയിലാണ്. ആൻഡ് ഓയിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ഓയിൽസാണ് ഞാൻ രാവിലെ യൂസ് ചെയ്യുക. കാരണം മേക്കപ്പിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള സ്കിൻ പ്രെപ്പ് ചെയ്തില്ലെങ്കിലും ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ അത് അത്രയും ഭംഗിയിലിരിക്കില്ല, അതിനൊരു ഫിനിഷിങ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്കിൻ പ്രെപ്പ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എപ്പോഴും ശ്രദ്ധിച്ചാൽ ഞാൻ 1-2 തുള്ളി ഓയിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് നമ്മുടെ വെളിച്ചെണ്ണയൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിൽസ് ഒരുപാട് മാർക്കറ്റിൽ കിട്ടും മേടിക്കാൻ. അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ. ഗ്രേപ്പ് സീഡ് ഓയിൽ നല്ലൊരു ഓയിലാണ്. നിങ്ങൾക്ക് ഒരുപാട് ഗ്രേപ്പ് സീഡ് ഓയിൽ മേടിക്കാൻ കിട്ടും. അത് വളരെ സ്കിന്നിൽ ലൈറ്റ് വെയ്റ്റ് ആണ്. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ ഭയങ്കര ഹെവിയാണ് നമ്മുടെ മുഖത്തിന്. പിന്നെ ഞാനിപ്പോൾ ഒരു മോയ്സ്ചറൈസ് ചെയ്ത് ഇതൊന്ന് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ ഞാൻ ഫ്യൂ മിനിറ്റ്സ് കൊടുക്കുകയാണ്. ഒരു ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി കണ്ണിൻ്റെ അടിയിൽ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യണം. ആസ് യൂഷ്വൽ ഐ എം യൂസിങ് മൈ ഐ ക്രീം. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊരു ഐ ക്രീമാണ്, ഒരു ജെൽ ഫോമാണ്. ഐ എം ജസ്റ്റ് റോളിങ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐ ക്രീം യൂസ് ചെയ്യാം. മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രിഫേർഡ് ചോയ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. സോ ഇന്നിടുന്ന ഫൗണ്ടേഷൻ കുറച്ചും കൂടെ ഹെവി കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ്. ബിക്കോസ് എനിക്ക് കുറച്ചും കൂടെ ഹെവി കവറേജ് വേണം, കുറച്ചും കൂടി ട്രഡീഷണൽ ലുക്കാണ്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വെറുതെ പുറത്ത് പോകുന്ന ഒരു ലുക്കല്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഹെവി കവറേജ് ഇടാണ്. ഓക്കെ, ഞാനിത് മിക്സ് ചെയ്ത് കുറച്ച് ഇല്ലുമിനേറ്റിംഗ് ഡ്രോപ്സ് ഇട്ടിട്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ സ്കിന്നിന് കുറച്ചും കൂടി ഒരു ഗ്ലോ കിട്ടാനാണ് ഞാൻ ഇല്ലുമിനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഓവറായിട്ട് യൂസ് ചെയ്തത് അപ്പോൾ സ്കിൻ ആകെ ഓയിലി ആയ പോലെ തോന്നും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മിക്സ് ചെയ്ത ഫൗണ്ടേഷൻ ഞാൻ സ്കിന്നും ഇവിടെ ഒന്ന് ഡോട്ട് ചെയ്യാണ്. ബിക്കോസ് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യണം. അപ്പം ഞാനൊന്ന് ഡോട്ട് ചെയ്യണം. ലിപ്സിൻ്റെ ചുറ്റും നമുക്ക് ജനറലി ഒരുപാട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫുള്ള് ഡോട്ട് ചെയ്യാണ്. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തഡോളജിയിൽ, മേക്കപ്പ് മെത്തഡോളജിയിൽ ചെയ്തിരുന്നത് കൺസീലർ ആദ്യം ഇട്ടിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ മെത്തഡോളജിയിൽ ആദ്യം ഫൗണ്ടേഷൻ ഇട്ടിട്ട് എന്നിട്ടാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കൺസീലർ യൂസ് ചെയ്യാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അണ്ടർ ഐ സർക്കിൾസ് ഉണ്ട് എനിക്ക്. അപ്പം അതിൽ അണ്ടർ ഐ സർക്കിൾസ് ക്യാമഫ്ലാജ് ചെയ്യാനാണ് നമ്മൾ സാധാരണ കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് കൺസീലർ എടുക്കുകയാണ്. കൺസീലർ ഇട്ടു. ഇനി എപ്പോഴും ആസ് യൂഷ്വൽ കൺസീലർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. കുറച്ച് പൗഡർ എടുത്തിട്ട് ആസ് യൂഷ്വൽ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ പോവുക. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ കൺസീലർ എന്നിട്ട് നമ്മുടെ റിങ്കിൾസിൽ ചെന്ന് അടഞ്ഞ് ലൈൻസ് ആവും. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ പൗഡർ വെച്ചിട്ട് എപ്പോഴും കൺസീലർ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു മാറ്റ് ലുക്ക് വരും. സെയിം തിങ് റിപ്പീറ്റഡ് ഓൺ ദി അതർ ഐസ് വെയർ. ഇനി ഞാൻ ബാക്കിയുള്ള ഫേസിലേക്കുള്ള ബാക്കിയുള്ള മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് ഐലൈനർ ബാക്കിയുള്ള സ്റ്റെപ്സിലേക്ക് വരാം. ഫസ്റ്റ് നമുക്കിനി കോൺടൂറിങ് ചെയ്യാം. സോ കോൺടൂറിങ് ചെയ്യാൻ ഞാൻ ഒരുപാട് ഹെവി കോൺടൂറിങ് പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. ബിക്കോസ് റിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് കോൺടൂർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാച്ചി ആൻഡ് മടി ലുക്കാവും. സോ ഐ എം ഗോയിങ് ടു യൂസ് എ ഫ്ലാറ്റ് ബ്രഷ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. ഇതിങ്ങനെ കോൺടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോകും. അതിന് സഹായിക്കുന്ന നല്ല ഫ്ലാറ്റ് ബ്രഷാണ്.
ആൻഡ് ഐം ഗോയിങ് ടു യൂസ് എ ബ്രോൺസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ബ്രോൺസറാണ്, ഒരു ഹെവി ബ്രോൺസർ യൂസ് ചെയ്യുന്നില്ല. ഐ എം ടേക്കിംഗ് ലിറ്റിൽ ബിറ്റ് ആൻഡ് എപ്പോഴും മാറ്റ് ഫിനിഷുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക, പൗഡറി ഫിനിഷസ് ഉള്ളത്. എന്നിട്ട് ആസ് യൂഷ്വൽ ടാപ്പ് ഓഫ് ദി എക്സസ്. ആൻഡ് അടുത്തെന്ന് പറഞ്ഞാൽ ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. ആൻഡ് ഐം ഗോയിങ് ടു ടേക്ക് മൈ ഫേവറേറ്റ് ബ്ലഷ് പാലറ്റ്. ദിസ് ഇസ് ഇങ്ങനത്തെ ടോൺസാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആൻഡ് ടാപ്പ് ഓഫ് ദി എക്സസ്. എന്നിട്ട് ചിരിക്കുമ്പോൾ അറിയാം ഈ കോൺടോറിൻ്റെ മുകളിലാണ് നമ്മളെപ്പോഴും ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചീക്ക് ബോൺസിൻ്റെ മുകളിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ബൗൺസ് ചെയ്യാനാണ് നമ്മൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ബ്ലഷിൻ്റെ മുകളിൽ നമ്മൾ തൊടുമ്പോൾ ഇവിടെ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുക. ഈ ഹൈലൈറ്റർ നല്ലൊരു ഗോൾഡൻ ടോണുള്ള ഒരു ഹൈലൈറ്ററാണ്. ഒരുപാട് ഇങ്ങനത്തെ ടോൺസ് ഉള്ള മാർക്കറ്റിൽ കിട്ടും. സോ യു ക്യാൻ ബൈ എനിത്തിങ് ദറ്റ് യു ലൈക്ക്. കുറച്ചെടുക്കുക, ഒരുപാട് ഓവറല്ല, ജസ്റ്റ് കുറച്ചെടുക്കുക. ആസ് യൂഷ്വൽ ടാപ്പ് ഓഫ് ദി എക്സസ് ആൻഡ് ദെൻ നമ്മുടെ ചീക്ക് ബോൺസിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് ശേഷം ഹൈലൈറ്റർ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഇനി ഞാൻ കാജൽ യൂസ് ചെയ്യാണ്. ജെൽ ലൈനർ തന്നെ താഴെ വരയ്ക്കില്ല, എന്തെങ്കിലും കാജൽ തന്നെ യൂസ് ചെയ്യണം. കാജൽ വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിൽ, കോൽ പെൻസിൽ കാജൽ പെൻസിൽ എന്ന് പറയും, ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ വരയ്ക്കുക. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ പോകുന്നത് എൻ്റെ ലിപ്സ്റ്റിക്കാണ് നമ്മുടെ ഹൈലൈറ്റ്. കാരണം നമ്മുടെ ലിപ്സ്റ്റിക്കാണ് നമ്മുടെ ട്രഡീഷണൽ ലുക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവർക്കും ഒരു ഡീപ്പ് ബർഗൻഡി, ഡീപ്പ് ബ്രൗൺസ് അങ്ങനത്തെ ലുക്സൊക്കെയാണ് ഇഷ്ടം. ഞാനൊരു ട്രഡീഷണൽ എത്നിക് മേക്കപ്പിന് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡീപ്പ് ബർഗൻഡിയാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം നമുക്ക് ലിപ്പ് ഒന്ന് ക്യാമഫ്ലാജ് ചെയ്യാം. സോ യു ക്യാൻ യൂസ് എ ഫൗണ്ടേഷൻ ഓർ എ കൺസീലർ. എന്നിട്ട് ലിപ്പ് ഒന്ന് ഈ പിഗ്മെൻറ്റേഷൻ്റെ അതൊന്ന് ക്യാമഫ്ലാജ് ചെയ്യാൻ കുറച്ച് കൺസീലർ എടുത്തിട്ട് just dot it all over your lips. അപ്പോൾ ഇത് ഈ കളറങ്ങ് മ്യൂട്ടാവും. മ്യൂട്ടായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ലിപ്പ് ലൈനർ എടുക്കുക, എന്നിട്ട് ലിപ്പ് ലൈനർ വരയ്ക്കുക. ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഉള്ളിലെത്താത്ത പോലെ ഇരിക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അത് ഫുൾ ഒരു ഈവൻ ലുക്കായി. ഇനി ഇതിൻ്റെ പുറത്ത് ഞാനൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാണ്. ആസ് ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്, ഞാനത് യൂസ് ചെയ്യാണ്. ഒരു ഡീപ്പ് റെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ട്രഡീഷണൽ കളറാണ് ഒരു ഡീപ്പ് റെഡ്, ഒരുപാട് സ്കിൻ ടോണ് ചേരുന്ന ഒരു കളറാണ്. സോ ഐ എം ഗോയിങ് ടു ഗോ അഹെഡ് ആൻഡ് ഫിൽ ഇറ്റ് അപ്പ്. മേക്കപ്പ് റുട്ടീൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നിങ്ങൾക്കുള്ള ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പൊട്ട്, സിന്ദൂരം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇടാം. ഞാൻ ആക്സസറീസ് ഇട്ടു, എൻ്റെ പൊട്ടിട്ടു. കല്യാണം കഴിഞ്ഞ സിന്ദൂരം ഇടണമെങ്കിൽ സിന്ദൂരം ഇടുക, ഒരു ട്രഡീഷണൽ ടച്ചിന് വേണ്ടിയിട്ട്. See you soon, very, very soon. Until then, stay tuned. Bye-bye.